സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതായത് ഫഹദിന്റെ ഒരു കാലനങ്ങുന്ന ഒരു കൈ അനങ്ങുന്ന തിയേറ്ററിലെ കൈയടിയാണ്. അത് നേരിട്ട് കണ്ടവരറിയില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഷോട്ടിന്റെ ഇടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ ഫഹദൊക്കെ ഇങ്ങനെ നമ്മളോട് സംസാരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ക്യാമറ പറയുമ്പോൾ പുള്ളി ഭയങ്കര സ്വിച്ചാ. അത് നമുക്ക് അത് നമ്മൾ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും മറ്റേ ഇങ്ങനെ ഞെട്ടും. അതായത് നമ്മൾ മൂന്നുപേരുടെയും പ്രധാന ടോക്ക് തന്നെ ആ ദിവസം ഉണ്ടായ കാര്യങ്ങളെ പറ്റി സംസാരിച്ച് എക്സൈറ്റ് ആവുക. ഇതാണ് നമ്മുടെ എന്റർടൈൻമെന്റ്. ടു കൺട്രീസിൽ മറ്റേ ദിലീപ് പറയൂലേ, ഇവിടെ വന്നപ്പോ തൊട്ടൊരു സർപ്രൈസ് ത്രില്ലറാന്ന് പറയും പോലെ അതാണ് ഫുൾ സർപ്രൈസ് ആയി. ഒരു ഫസ്റ്റ് ഡേക്ക് ചെയ്ത സാധനമായിരിക്കില്ല രണ്ടാമത്തെ ഡേക്കിൽ. അതിൽ തന്നെ മൈന്യൂട്ട് വ്യത്യാസം. നമ്മൾ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം നമ്മൾ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ ചേഞ്ചസ് അപ്പൊ നമ്മളെ ഇതാവുമല്ലോ. ഇത് എങ്ങനെ ഇത് മാറി? മയൂരി ബാറിലായിരുന്നു ഫസ്റ്റ് പുള്ളി ഇവിടെ കണ്ടത്. അപ്പം നോർമലി ടീഷർട്ടും ഒരു ട്രാക്ക് ഇട്ട് വന്നിട്ട് പെട്ടെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ആയോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക പുള്ളി ഒന്ന് കാണാൻ വേണ്ടിട്ട്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഷൂട്ടില്ലെങ്കിൽ തന്നെ ആണ് പോയി നിൽക്കുന്നത്. അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കണ കാര്യങ്ങൾ കാണാൻ വേണ്ടിട്ട് കണ്ടും പഠിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഇതുണ്ടായിരുന്നു. കണ്ടു പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു.